ഗൃഹലക്ഷ്മി 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 ഗൃഹലക്ഷ്മി. സിന്ധു, ഹായ് ചേച്ചി. കണ്ടിട്ട് എങ്ങനെ തോന്നി? കുറച്ച് കോമഡി ആയി പോയോന്ന് തോന്നി. എനിക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയി ഉണ്ടായിരുന്നു. ആദ്യം ശാലിനി പറഞ്ഞ ശേഷം അവിടെ ഒരു പ്ലാനിങ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഓക്കെ, പക്ഷേ ടൈമിങ്ങിൻ്റെ കൺസ്ട്രെയിൻ, പിന്നെ ആ ബഡ്ജറ്റിൻ്റെ കൺസ്ട്രെയിൻ, അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റേ കേസിൽ കയറിയത് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഒത്ത സമയം കൂടെ വേസ്റ്റ് ചെയ്തിട്ടില്ല, അത്രയ്ക്ക് പെർഫെക്റ്റായി തുടങ്ങി. പിന്നെ മേളിലേക്ക് പോയ ശേഷം ചെയിൻ ആദ്യം തൊട്ട് 2 പവൻ, അത് എന്തെങ്കിലും ഒരു അല്ല 1 lakh rupees ആണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ഞാൻ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയും പണിക്കൂലിയൊക്കെ കൂടി എത്ര പവൻ കിട്ടും എന്നുള്ളത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അതാണ് അങ്ങനെ 2 പവൻ എന്നുള്ളത് പറഞ്ഞത് അങ്ങനെയാണ്. പിന്നീട് ഞാൻ ആലോചിച്ചു 2 പവൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ അധികം പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പിന്നെ അത് 1.5 പവൻ ആക്കിയത്. ഏതോ എനിക്ക് ആദ്യം കൊടുത്തപ്ലേ ടാസ്ക് നമ്മൾ കൊടുത്തപ്ലേ 1 lakh, അതിൽ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഇത് എത്തും 1 lakh, അങ്ങനെയാണ് പോയതോ എനിക്ക് തോന്നിയത് ആദ്യം. പിന്നെ ചെയിൻ എടുത്തു, ദെൻ അത് കഴിഞ്ഞിട്ട് താഴത്ത് വന്നിട്ട് ബ്രേസ്ലെറ്റ് എടുത്തു. അപ്പോൾ ആ സമയം സിന്ധുക്ക് അറിയില്ല എനിക്ക് മേടിക്കണോ അല്ലെങ്കിൽ കൊച്ചുക്ക് മേടിക്കണോ അല്ലേ. പിന്നെ അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. അല്ല, കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നോക്കിയത്. അപ്പൊ വീണ്ടും അത് മോളിൽ പോകണം എന്ന് പറഞ്ഞു. അവിടെ പറയുന്നുണ്ട് ചെറിയ ബ്രേസ്ലെറ്റ് മുകളിലാണെന്ന് പറഞ്ഞു. കുട്ടികളുടെ ഉള്ള ബ്രേസ്ലെറ്റ് മുകളിലാണ്. അപ്പൊ വീണ്ടും ഇനി മോളിൽ കയറി ഇറങ്ങുമ്പോൾ ടൈം വേസ്റ്റ് ആകും. അപ്പൊ അതുകൊണ്ട് എന്നാ പിന്നെ അത് വേണ്ട, അത് ഉപേക്ഷിച്ചു. കുട്ടിക്ക് ചെയിനേക്കാം. അങ്ങനെ അതങ്ങനെ നല്ല അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, ബ്രേസ്ലെറ്റ് തനക്ക് എടുത്തത്, പിന്നെ കമ്മല് ലാസ്റ്റ് ആയിട്ട് ഹസ്ബൻഡ് ഓർത്തു. ഓക്കെ, 85,000 ആയി, ഇനി ഒരു റിങ് കൂടെ നമുക്ക് മേടിക്കാമല്ലോ ആ ബഡ്ജറ്റിലേക്ക് ഹസ്ബൻഡിക്ക്. അതൊരു നല്ല തോട്ടാണ്. ഒരു കമന്റ് സിന്ധു പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ കമ്മലിന്റെ കേസ് ഹസ്ബൻഡും കൊച്ചോ ഇടില്ലല്ലോ. ഇപ്പൊ ആര് പറഞ്ഞത്? ഇപ്പൊ എല്ലാ മെന്നുക്കും ഒരു ഇയറിംഗ് ഉണ്ടല്ലോ. ആ ചേട്ടൻ മേ ബി എക്സെപ്ഷൻ ആയിരിക്കും. ഇപ്പൊ അതൊരു ഫാഷനായി. സാരമില്ല, അവർ തുടങ്ങട്ടെ. 2 കമ്മലല്ലേ, ഒരു പേരല്ലേ, ഒന്ന് ഹസ്ബൻഡ് ഇടട്ടെ, ഒന്ന് കൊച്ചിടട്ടെ അല്ലേ. ഓക്കെ സിന്ധു, നമുക്ക് 2 പേരെ കൊണ്ടും ചോദിക്കാം. ഓക്കെ, താങ്ക് യു ചേച്ചി. സിന്ധു, 1,00,000 രൂപ തന്നപ്പോ 98,000 rupees ഉപയോഗിച്ചിട്ട് 3 പേർക്കുമുള്ള സാധനങ്ങൾ മേടിച്ചു. അതെ, നമ്മളുടെ പൈസ കുറവാണ്, പക്ഷെ നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും നമ്മൾ ആലോചിക്കണമല്ലോ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക്. ഇത്ര സമയത്തിനുള്ളിൽ എല്ലാം ആലോചിച്ചു. എന്നിട്ട് 2,000 രൂപ ബാക്കിയും വന്നു. ഞങ്ങൾ എറണാകുളംകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർച്ചേസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമൊക്കെ ഉള്ളതാണ്. എറണാകുളംകാർക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടല്ലേ? ഇത്രയും പർച്ചേസ് കഴിഞ്ഞ് വീട്ടിൽ പോയി അടുക്കളയിൽ ആര് കയറും? ഞാൻ വിചാരിച്ചു ട്രിവാൻഡ്രംകാർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായത് എറണാകുളം അവിടെയും ഉണ്ട്. ഇതൊരു സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണെന്ന് ഇപ്പൊ മനസ്സിലായി. സോ അതുകൊണ്ടാണ് 2,000 രൂപ ബാക്കി വെച്ചത്. അതെ അതെ, മൊത്തം നമ്മൾ പർച്ചേസിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം. കൃഷ്ണകുമാറേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ടാസ്ക്? കൊടുത്ത ടാസ്ക് കൃത്യമായ സമയം കിടക്കുന്നു, കൃത്യമായ എമൗണ്ട് കിടക്കുന്നു. അത് വളരെ ന്യായമായി ഉപയോഗിച്ച് വളരെ രസകരമായ ഒരു പർച്ചേസിങ് ആയിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. മാത്രവുമല്ല, അതിനകത്ത് വളരെ എന്താ പറയുക, രസകരമായ ഉത്തരം. അത് മാത്രമാവാതെ, കോമഡി ആവാതെ കാര്യവും നടത്താൻ പറ്റി. കാരണം വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറം നമ്മുടെ ശാലിനിക്കുട്ടി നിൽപ്പുണ്ടേ. ശാലിനി ഇങ്ങനെ എന്ത് പറ്റും, എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നത് ശീലമായി പോകും. ശാലിനി ഇങ്ങനെ പണി കൊടുത്ത് വന്നുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഇരിക്കുക. ഈ ശാലിനിയെ പറ്റി നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെയൊക്കെ സമൂഹത്തിൽ നമ്മുടെ കുറേ ആൾക്കാരുണ്ട്. ശാലിനി നല്ല കുട്ടിയാണ്, പക്ഷേ രസം അവിടെ ഉണ്ടാകുന്ന വെച്ചാൽ എന്ത് കണ്ടാലും ഒരു കുറ്റം പറയാൻ തോന്നിപ്പോകുന്ന ചിലരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ ലൈഫിൽ കാണാറ്. നമ്മുടെ അവർ കാറ് വാങ്ങിച്ച് കാറൊക്കെ കൊള്ളാൻ കൃഷ്ണം പറയും, പക്ഷേ അതിൻ്റെ സീറ്റ് ബെൽറ്റ് ശരിയല്ല, ടൈറ്റാണ്, ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് ചിലർക്ക് വിളിക്കാൻ പേടിയാവും. അങ്ങനെ വീട്ടിൻ്റെ പാലുകാച്ചിന് ഈ പുള്ളിയെ വിളിക്കുന്നു. വീടൊക്കെ നോക്കി, മനോഹരമായ വീട് കംപ്ലീറ്റ് നോക്കിയിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അവസാനം ചുമരിൽ പുള്ളി ഇടിച്ചിട്ട് പറയാ, ഇത് ഇടിക്കാൻ കുറച്ച് പാടുപെടുന്നു. കൃഷ്ണകുമാരി, അതല്ലേ നമുക്ക് ഗീതാഞ്ജലിയും അവിടം വരെ എത്തിച്ചു കളഞ്ഞു ഗീതാഞ്ജലി.
അതെനിക്ക് തന്നിരിക്കുന്ന ജോലിയാണ്, ഞാൻ ചെയ്തില്ലെങ്കിൽ കാശ് കിട്ടില്ല. അപ്പോൾ എനിക്ക് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ശാലിനി അത് പറയുമ്പോഴും മറ്റതൊക്കെ സിന്ധുവിൻ്റെ മനസ്സിൽ ഒരു കാര്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. ഇത്ര പവൻ വാങ്ങിക്കണം, ഇതാണ് എൻ്റെ ടാർഗറ്റ്. മാത്രവുമല്ല ഇതിനിടയ്ക്ക് ഭർത്താവുണ്ട്, കുട്ടിയുണ്ട്, എൻ്റെ കാര്യം മാത്രമല്ല. ഇതാണല്ലോ നമുക്ക് ഒരു സംഭവം ടാസ്ക് കൊടുക്കുമ്പോൾ എൻ്റെ ഇതിൽ വളരെ മനോഹരമായി ചെയ്തു തീർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫാമിലിയുടെ ഒരു തോട്ട് മനസ്സിൽ വരുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ആ ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ പ്രത്യേകിച്ച് ഗോൾഡ് കണ്ടിട്ട് മഞ്ഞളിഞ്ഞ് പോയില്ലല്ലേ കണ്ണ്? ഗീതാഞ്ജലി മാമിനോട് ചോദിക്കാം. ആ സ്റ്റഡ് എടുത്തത്, സ്റ്റഡല്ലല്ലോ, ഒരു ഡ്രോപ്സ് ആണ് എടുത്തത്. കുറച്ച് ലോങ് ആയിട്ടുള്ള ഫേസ് ഉള്ളവർ കുറച്ച് റൗണ്ട് ആയിട്ടുള്ള സ്റ്റഡ് എടുക്കുന്നതല്ലേ നല്ലത്? അത് ഒത്തിരി ലോങ് അല്ല, അത് വളരെ ചെറിയൊരു ലോങ് ഉള്ളൂ. പിന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ നമ്മളിങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് കണ്ട സമയത്ത് ഞാൻ എടുത്ത ബ്രേസ്ലെറ്റ് ചെറിയൊരു ഇങ്ങനെ വൈറ്റ് ഗോൾഡ് പോലത്തെ ഉള്ള ബ്രേസ്ലെറ്റ് ആണ്. ഈ റിങ്ങിൽ ആ ഹാങ്ങിങ്ങിലും സെയിം തന്നെ വന്നിട്ടുണ്ട്. അപ്പം രണ്ടും കൂടെ ഒരു മാച്ച്, അതുകൊണ്ടാണ് അതെടുത്തത്. സിന്ധുവിന് ഇഷ്ടപ്പെട്ടോ അത്? എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആരെന്ത് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ ഇടേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കി എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല സിന്ധു. താങ്ക് യു. പറയട്ടെ, ആദ്യം ആ അത്ലറ്റിക് ഓടി കയറിയത്, ഓടിയാണോ പറന്ന് കയറിയതാണോ എന്ന് എനിക്കറിയില്ല. അത് കയറി കഴിഞ്ഞും ഒരു ചെറിയ ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെപ്സ് തീർന്നിട്ടില്ല എന്ന് ഫീൽ ചെയ്തു. അതുപോലത്തെ ഒരു അത്ലറ്റിക് ഓട്ടമായിരുന്നു. പിന്നെ ആ സെയിൽസ്മാൻ കുറേ 5 പവൻ അല്ല 2 പവൻ്റെ കുറേ എടുത്തു തന്നു. പക്ഷെ നമുക്കറിയായിരുന്നു നമുക്ക് 2 പവൻ്റെ വാങ്ങിച്ചാൽ ഉദ്ദേശിച്ചതെല്ലാം വാങ്ങാൻ പറ്റില്ല എന്ന്. അപ്പോൾ ആ 1.5 ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അത് 3 എണ്ണം എടുത്ത് വെച്ചിട്ടും സിന്ധു ആദ്യം സെലക്ട് ചെയ്ത് എടുത്തതിലേക്കായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. വേറെ കുറേ അയാൾ എടുത്തു വെച്ചു, പക്ഷെ അയാളുടെ ചോയ്സ് അല്ലല്ലോ നമുക്ക് വേണ്ടത്. സിന്ധു എടുത്തു വെച്ചത് തന്നെ ചെക്ക് ചെയ്ത് അത് വാങ്ങിച്ചു. അതേപോലെ ഫ്ലെക്സിബിലിറ്റി അത് അത്യാവശ്യമാണ് ലൈഫിൽ. നമ്മൾ ഈ പറഞ്ഞ പോലെ മോളിൽ കുഞ്ഞിന് വേണ്ടി ബ്രേസ്ലെറ്റ് തേടി നടന്നു, പിന്നെ ഇറങ്ങി നടന്നു. നമ്മുടെ 10 മിനിറ്റും പോയാൽ ടാസ്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കാണിച്ചു, അത് അത്യാവശ്യമാണ്. ഞാൻ പല കണ്ടസ്റ്റൻസിനും ഓൾറെഡി പറഞ്ഞു. അതായത് നമ്മൾ വിചാരിക്കുന്ന ഒരു പോയിന്റ് സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ചിത്രത്തിൻ്റെ പൂർണ്ണതയിൽ കാണാൻ പറ്റില്ല. പക്ഷെ ആ പൂർണ്ണതയിൽ സിന്ധുവിന് കാണാൻ പറ്റി. അതുകൊണ്ടാണ് ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും പിന്നെ വളരെ ഷാർപ്പായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്. അതായത് നടന്നുകൊണ്ട് സാധനത്തിലേക്ക് എത്തുന്ന സമയം തന്നെ ആ കാൽക്കുലേഷൻ 2 പവനായി 2.5 പവനായി ഇനി ഇത്ര എത്താൻ പറ്റും. ആ ഒരു ഷാർപ്പ് മൈൻഡ് അതും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. താങ്ക് യു. പിന്നെ വളരെ ഇഷ്ടപ്പെട്ടത് ശാലിനി കുട്ടിക്ക് പണി കൊടുത്തത്. ഈ പറഞ്ഞ പോലെ 2 പ്രാവശ്യം അതും 10 മിനിറ്റ് ഓൾറെഡി ഇത്രയും ആങ്ഷ്യസ് അല്ലാതെ ഇത്രയും കാമായിട്ട് കണ്ട് അതിൽ ശാലിനി കുട്ടി ആങ്ഷ്യസ് ആയിപ്പോയി. അപ്പോൾ ശാലിനി പറഞ്ഞു 10 മിനിറ്റിൽ ബാക്കി 8.5 മിനിറ്റ് ആയപ്പോഴത്തേക്കും എല്ലാം ഭംഗിയായിട്ട് തീർത്തപ്പോൾ പറഞ്ഞു ഇത്രയും സമയത്തിൽ തീർന്നു പോയാ. അപ്പോൾ പറഞ്ഞു 10 മിനിറ്റല്ലേ ഉള്ളൂ അല്ലേ, ആ ഒരു രീതിയിൽ. അതേപോലെ പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ആ സ്റ്റഡിൻ്റെ കാര്യം ചോദിച്ചപ്പം 2 പേർക്കും ആൺകുട്ടികൾക്ക് ഇടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു പണിയും കൂടെ കൊടുത്തു. അത് നല്ല എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച് മാം. അപ്പം നല്ല കമൻസ് ആണ്, ഞാൻ വളരെയധികം പ്രതീക്ഷയിലാണ്. നല്ല മാർക്ക് ആവട്ടെ. കൃഷ്ണമാറേട്ട ഔട്ട് ഓഫ് 40 ഇല്ല, പ്രതീക്ഷ പോലെ തന്നെ നടക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നന്നായാൽ നല്ല മാർക്ക് കൊടുത്തേ പറ്റൂ. കുറച്ച് മോശം ആകുമ്പോഴാണ് നമ്മളെ മാർക്സും മോശമാകുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഇതിൽ വളരെ വളരെ പെർഫെക്ഷൻ്റെ അടുത്തോട്ട് വന്നിരുന്നു. 38 out of 40. വെരി നൈസ്, വെരി നൈസ്. ഗീതാഞ്ജലി മാം ഔട്ട് ഓഫ് 40 again. നമുക്ക് ഇനിയും നന്നാവാനുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് 1 മാർക്ക് കുറയ്ക്കുന്നു, 39. വിശ്വസിക്കാമോ? ഗീതാഞ്ജലി മാം 39 out of 40 ആണ് തന്നിരിക്കുന്നത്. ഐ എം ഡം സ്ട്രക്ക്. രഞ്ജി ചേച്ചി ഔട്ട് ഓഫ് 20. എങ്ങനെയുണ്ട് മാർക്കൊക്കെ? എന്താ പറയാ, വാക്കുകളില്ല. അതെ സിന്ധു, ഈ ഡിസ്കൗണ്ട്സ് അത് ഒന്നുകൂടി ചോദിച്ചില്ലേ? 2 മിനിറ്റ് ഒന്നും എക്സ്ട്രാ ഉണ്ടായിരുന്നു അല്ലേ, പിന്നെ എന്തിനാ അത് ചോദിക്കാതെ? അല്ല, ഇത് നമുക്കൊരു ടാസ്ക് ആണല്ലോ. 1 lakh rupees തന്നിട്ട് ചെയ്യാൻ പറഞ്ഞൊരു ടാസ്ക് ആണ്. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് പൈസയായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അത് ഡിസ്കൗണ്ട് ചോദിച്ചേനെ. ഇരുന്നാലും ഒന്ന് ചോദിക്കട്ടെ, ആ ട്രൈ ചെയ്തിരിക്കാം. ട്രൈ ചെയ്തില്ല. അതുകൊണ്ട് 19. 19 out of 20. So total score 96 out of 100. Very nice, very nice. Excitement ഉണ്ടോ?
ഇത്രയും പ്രതീക്ഷിച്ചോ? ഇല്ല, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചില്ല. ഇല്ല. ആ ടാസ്ക് ചെയ്ത സമയത്ത് തോന്നിയോ ഇത് വൺ ഓഫ് ദി ടോപ്പ് സ്കോർസ് ആയിരിക്കും എന്നൊക്കെ? അല്ല, ഞാൻ ടാസ്ക് ചെയ്തപ്പോൾ എനിക്കൊരു നമ്മൾ ടൈമിനുള്ളിൽ തീർത്ത ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാലും ഇത്രയും മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം അടുത്ത ടാസ്ക് വരുമ്പോൾ ഇതിനേക്കാളും നല്ലൊരു മാർക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം. വെരി നൈസ്. സോ സീ യു സൂൺ. താങ്ക് യു.